10 വർഷത്തിനിപ്പുറം വീണ്ടും ഇന്ത്യയിൽ ഒരു മുന്നണി സമവാക്യത്തിൽ അധികാരത്തിലെത്തുകയാണ്. നരേന്ദ്രമോദി തന്നെയാണ് മൂന്നാം ഊഴത്തിലും പ്രധാനമന്ത്രിയായി എത്തുക. എന്നാൽ മുന്നണി സമവാക്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഭരണം തീരുമാനിക്കുക. NDA സഖ്യത്തിന് 293 സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിക്കാണെങ്കിൽ 233. പ്രതിപക്ഷ പാർട്ടികളും ഭരണ പാർട്ടികളും എല്ലാം ഒരുപോലെ മുന്നണികളുടെ നേതൃത്വത്തിലായിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ പോലെ ഒറ്റ തീരുമാനമെടുക്കാൻ BJPക്ക് കഴിയില്ല. കാരണം 241 സീറ്റിൽ മാത്രമാണ് BJPക്ക് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം മറ്റ് ഘടകകക്ഷികളുടെ സഹായം കൂടി തേടാം. അതിൽ പ്രധാനപ്പെട്ട ആളുകളായി മാറുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭരണപക്ഷത്ത് 293 സീറ്റുകളുമായിട്ട് NDA അധികാരത്തിൽ വരാൻ തീരുമാനിക്കുമ്പോൾ, ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ ആലോചിക്കുമ്പോൾ, മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികൾ കോപ്പുകൂട്ടുകയാണ്. കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ ഇന്ത്യയിൽ ജനങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തിനനുസരിച്ചാകുമ്പോൾ മുന്നണികളുടെ മറ്റു നേതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും, രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും വരാനിരിക്കുന്ന ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കേണ്ടുന്നത് പുതിയ സർക്കാരായിരിക്കും. ആ സർക്കാർ ഏക പാർട്ടിയുടെ സർക്കാർ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ജനവിധി. 90.8 दिल से FM